ഞാൻ വീണ്ടും വന്നു ഒരു കുഞ്ഞിക്കുട്ടി ഈസി റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാങ്ങയുടെ സീസണാണ്. ഇഷ്ടംപോലെ മാങ്ങ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, നല്ല ചൂടുള്ള സമയമാണ്, നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഈസി പച്ചമാങ്ങ ജ്യൂസാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ജ്യൂസാണിത്. എല്ലാവരുടെയും വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ എന്താ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ആകെ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള പച്ചമാങ്ങ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് അധികം പുളിയില്ലാത്ത അത്യാവശ്യം മൂത്ത മാങ്ങയാണ് എടുക്കേണ്ടത്. അധികം പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിന് കുറച്ച് പുളി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കൂട്ടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് അധികം പുളിയില്ലാത്ത നന്നായിട്ട് മൂത്ത മാങ്ങ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിവിടെ മാങ്ങയുടെ തൊലിയോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്ത് കളയാം. പിന്നെ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ജ്യൂസ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ പച്ചമാങ്ങ മുഴുവൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാങ്ങയുടെ ജസ്റ്റ് ഒന്ന് മുകളിൽ വരാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങയും ഇഞ്ചിയും പഞ്ചസാര എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഗ്രീനിഷ് ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു സ്ട്രെയിനർ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി. അപ്പോൾ ഞാനൊരു ബൗളിൽ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്രയും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച കളറ് പോകുന്ന വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷം മധുരം നോക്കുക. മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നേരത്തേക്കായും കൺസിസ്റ്റൻസി കുറഞ്ഞു വന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കൺസിസ്റ്റൻസിയിൽ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ ജ്യൂസ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിനകത്തോട്ട് ഒഴിച്ച് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലോട്ട് നമുക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.